പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒരു മഴക്കാലം വന്നപ്പോഴത്തേനെ എല്ലാ മേഖലയും ആകപ്പാടെ അടച്ചു പൂട്ടിയതുപോലെയായി. മഴ 2-3 ദിവസം നിന്ന് പിടിച്ചപ്പോഴത്തേനും കച്ചവട സ്ഥാപനങ്ങൾ, ഈ ബീച്ചിലെ ആളുകളുടെ തിരക്ക്, ബീച്ചിലെ കച്ചവടങ്ങൾ, അതുപോലെ അതുകൊണ്ട് ഒരുപാട് പണികൾ ചെയ്ത് ജീവിക്കുന്നവരുടെ എല്ലാ മേഖലയും ഒരു കണക്ക് പറഞ്ഞാൽ നന്നായിട്ട് നിന്നിരിക്കുക. കടൽ വളരെ വളരെ ശോഭിച്ചു കൂടി. ഇപ്പോഴത്തേനും എന്ത് ചെയ്തു, എല്ലാ മേഖലയും അടച്ചു പൂട്ടുന്ന പോലെ ആയിപ്പോയി. കുട്ടികളുടെ പാർക്കുകളിലൊക്കെ ഒരുപാട് ആളുകൾ വന്നിരുന്നുകൊണ്ടിരുന്ന, ഒരുപാട് കുട്ടികളും മുതിർന്നവരെ ഈ പാർക്കിൽ വന്ന് സന്തോഷിക്കുകയും ഉല്ലാസത്തിന് വരികയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്നിപ്പം പാർക്കുകളെല്ലാം വളരെ ശൂന്യമാണ്. ഇനിയിപ്പം വെള്ളമൊക്കെ നിറങ്ങി കടലൊക്കെ ഒന്ന് ശാന്തമായി കഴിഞ്ഞിട്ടും വേണം ആളുകളൊക്കെ വരികയുള്ളൂ. ഇപ്പോൾ എല്ലാത്തിനും നിയന്ത്രണമുണ്ട്. എങ്കിലും നല്ലൊരു ബീച്ചാണിത്. എല്ലാവർക്കും വന്ന് സന്തോഷിക്കാനും ആശ്വസിക്കുവാനും പറ്റിയൊരു സ്ഥലമാണ്. പക്ഷേ ഇന്നിപ്പം എല്ലാം വളരെ വിച്ഛിന്നമായിട്ട് കിടക്കുക. എല്ലാ മേഖലയിലും ആളില്ല. ചുരുക്കം ആളുകൾ മാത്രം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ചുരുക്കം കുട്ടികളുമുണ്ട്, അല്ലാത്തവരൊന്നുമില്ല. 2 ദിവസം കഴിയുമ്പോൾ എല്ലാം പഴയതുപോലെയാകും. കടലതുപോലെ ശക്തമായിട്ട് ശോഭിച്ച് നിൽക്കുക. അതാണ് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത്. നമ്മൾ നോക്കിയിട്ട് കടലൊക്കെ ഇങ്ങനെ ഇളകി വന്നു കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? മനുഷ്യർക്കെല്ലാത്തിനും ഒരു പരിമിതികളുണ്ട്. മനുഷ്യന് പരിമിതികളുള്ളതുകൊണ്ട് മനുഷ്യന് അതനുസരിച്ച് ചെയ്യാൻ പറ്റുമോ? ഞാനിതൊക്കെ പറയുമ്പോൾ ഞാൻ പറയുന്നത്, മനുഷ്യൻ എപ്പോഴും ബലഹീനനാണ്. സർവശക്തനായ ദൈവത്തിന് കൊടുക്കേണ്ട മഹത്വം കൊടുക്കാതെ മനുഷ്യൻ മഹത്വം എടുക്കുമ്പോൾ ദൈവം എല്ലാ മേഖലയിലും ദൈവത്തിൻ്റെ ന്യായീതര കരം വെളിപ്പെടും. അതുകൊണ്ട് എന്ത് ചെയ്യും, പലതും നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഒന്ന് താഴുന്നത് നല്ലതാണ്. എല്ലാ മേഖലയും കണ്ടില്ല, ശൂന്യമായിട്ട് കിടക്കുക. ഇതിൻ്റെ റൗണ്ടാണ് ഇതെല്ലാം കാണുന്നത്. പക്ഷേ അവിടെയൊക്കെ ചുരുക്കം ആളുകൾ, കുറച്ച് കുട്ടികൾ മാത്രം പന്ത് തട്ടി കളിക്കുന്നുണ്ട്. അത് പിന്നെ എല്ലാ ദിവസവും ഉള്ളതാണ്. എന്നാലും എത്രമാത്രം അതിൻ്റെ പരാജയങ്ങളുണ്ടായി എന്ന് നമ്മൾ ചിന്തിച്ച് നോക്കിയാട്ട്. പക്ഷേ വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സ്ഥിതി മാറും. വെയിൽ വന്നു കഴിയുമ്പോൾ സ്ഥിതി മാറും. ആളുകളൊക്കെ ഇഷ്ടം പോലെ ആകും. പാർക്ക് പഴയതുപോലെ തന്നെയാകും. ഈ ബീച്ചും പഴയതുപോലെ തന്നെയാകും. അതുവരെ അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ നേരിടും. എന്നാലും ഇവിടെയൊക്കെ നടക്കാൻ വരുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. ഞാനിവിടെ നിരന്തരമായിട്ട് വരുന്നത്, ഇവിടെ നടക്കാൻ നല്ല സുഖമാണ്. മറ്റ് ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് 3-4 കിലോമീറ്റർ നടന്ന് നമുക്ക് അത് പ്രയോജനപ്പെടുത്താം. ഈ ഉപ്പുവെള്ളത്തിലൂടെയൊക്കെ നടക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെയൊക്കെ നടക്കാൻ വരുന്നവർക്കും ഈ ബീച്ചും ഈ കടലോരവും ഒക്കെ നല്ലതാണ്. ഞാനിവിടെ വന്നിട്ടൊരു 20 വർഷത്തോളമായി. ഞാൻ 20 വർഷം ഈ കടലോരത്ത് നടക്കാറുണ്ട്. അത് വളരെ ശരീരത്തിന് നല്ലതാണ് കേട്ടോ. നമുക്കൊരു ശാരീരികമായ സുഖമൊക്കെ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ സമയമുള്ളപ്പോഴൊക്കെ കടന്നു വന്ന് ഈ ബീച്ചിലെ സന്തോഷമൊക്കെ അനുഭവിച്ചാൽ നല്ലതാണ്. അതുകൊണ്ട് നമ്മൾ സമയങ്ങളൊക്കെ നഷ്ടപ്പെടുത്താതെ ഉള്ള സമയങ്ങളൊക്കെ പ്രയോജനപ്പെടുത്തണം.